നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധം നേരിടാൻ മുൻപെങ്ങുമില്ലാത്ത സന്നാഹങ്ങളുമായി ഉമ്മൻചാണ്ടി സർക്കാർ. ചരിത്രം ഒരു നാടിന്റെ മൂലക്കല്ലാണെന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്. സ്കൂട്ടറിലെത്തി മാല പറിക്കുന്ന സംഘത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുളച്ചിൽ യുദ്ധസ്മാരക മ്യൂസിയം നിർമ്മിക്കണമെന്ന് തിരുവിതാംകൂർ മലയാളി കൗൺസിൽ. ഞാൻ പ്രവീൺ തോമസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇടതുമുന്നണിയുടെ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ഉപരോധം നേരിടാൻ തലസ്ഥാനത്ത് വൻ പോലീസ് സന്നാഹം. സമരത്തെ നേരിടാൻ സർക്കാർ എല്ലാ വഴിയും സ്വീകരിക്കുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നേർക്കുനേറാവുകയാണ്. സോളാർ കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച മുതലാണ് LDF സമരം ആരംഭിക്കുന്നത്. സമരവുമായി മുന്നോട്ടു പോകാൻ LDF തീരുമാനിച്ചതോടെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ തലസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. ADGP ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. നഗരാതിർത്തിയിൽ സമരക്കാരുമായി വരുന്ന വാഹനങ്ങൾ തടയും. ഈ വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. നേതാക്കളുടെ കരുതൽ അറസ്റ്റുമുണ്ടാവും. സെക്രട്ടേറിയറ്റിൽ കന്റോൺമെന്റ് ഗേറ്റിൽ ഉപരോധം അനുവദിക്കേണ്ടെന്ന് തീരുമാനിച്ചു. സമരക്കാർക്ക് ഹോട്ടലുകളിൽ മുറി നൽകരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യം വന്നാൽ ബലം പ്രയോഗിക്കണമെന്നും എന്നാൽ പരമാവധി സംയമനം പാലിക്കണമെന്നുമാണ് പോലീസിന് നൽകിയ നിർദ്ദേശം. സമരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കേന്ദ്രസേന സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്തേക്കും. കൂടുതൽ സൈനികരെ ആവശ്യമാണെങ്കിൽ വിട്ടു നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 2000 CRPF ഭടന്മാരെയാണ് തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുന്നത്. നേരത്തെ നടത്തിയ സമരത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുന്നതിന് ജില്ലയിലെ 18 ഏരിയ സെക്രട്ടറിമാരെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. സമരം തീരും വരെ പോലീസ് സേനയിൽ ആർക്കും അവധി നൽകേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. ഫാസിസ്റ്റ് രീതിയിൽ ജനകീയ സമരത്തെ നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്ത് സന്നാഹം ഒരുക്കിയാലും ഉപരോധ സമരം വിജയിപ്പിക്കുമെന്നും കോടിയേരി പറഞ്ഞു. മന്ത്രിസഭ അംഗീകാരം നൽകിയ കൊറിയൻ കരാറിന് പിന്നിൽ സോളാർ തട്ടിപ്പ് സംഘമാണെന്നും കോടിയേരി ആരോപിച്ചു. ഭീകരത സൃഷ്ടിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഭീകരത സൃഷ്ടിച്ചതുകൊണ്ടൊന്നും ഇവിടെ 12-ാം തീയതി നടക്കാൻ പോകുന്ന സമരത്തിൽ നിന്ന് ആരും പിന്തിരിയാൻ പോകുന്നില്ല. തീരുമാനിച്ചവരൊക്കെ ഇവിടെ എത്തിച്ചേരും. ഈ സമരം നടത്തും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഈ വെല്ലുവിളി നേരിടുക തന്നെ ചെയ്യും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. ചരിത്രം ഒരു നാടിന്റെ മൂലക്കല്ലാണെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്. പത്മനാഭദാസൻ എന്നതിനേക്കാൾ പത്മനാഭ അടിമകളാണ് തിരുവിതാംകൂർ രാജകുടുംബമെന്നും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് പറഞ്ഞു. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ദുബായ്, ഷാർജ, നോർത്തേൺ എമിറേറ്റ്സ് ചാപ്റ്ററിന്റെ സഹകരണത്തോടെ ആഗോള കുടുംബസംഘവും തിരുവിതാംകൂർ ചരിത്രത്തെ പ്രതിപാദിക്കുന്ന പ്രദർശനവും ആരംഭിച്ചു. 10-ാം തീയതി വരെ ചരിത്ര പ്രദർശനം തുടരും. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന ചടങ്ങ് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് ഉദ്ഘാടനം ചെയ്തു. ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോൾ തന്നെ അതിന് വളരെ പ്രത്യേക മഹത്വമുണ്ട്. ഞാൻ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ ഒരു സാധാരണ അംഗമാണ്. തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജ് ഫോർ വിമനിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ചരിത്രമെന്ന് പറയുന്നത് മൂലസ്ഥാനമാണ്. പലപ്പോഴും ശപിക്കപ്പെട്ട വിഷയമാണ് ചരിത്രമെഴുതുകയും തിരിച്ചെഴുതുകയും ചെയ്യുന്നതെന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് പറഞ്ഞു. ഇവിടുത്തെ ഈ ചരിത്രം ഇവിടെ കാണിക്കുന്നത് തിരുവനന്തപുരം പിന്നെയുള്ള ആധുനികമായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയായിരിക്കും ഇന്നത്തെ പ്രദർശനം എനിക്ക് തോന്നുന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു സംരംഭം ഇവിടെ
അരങ്ങേറുന്നതിൽ നമുക്കെപ്പോഴും അറിയാം, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഹിസ് സ്റ്റോറിയാണ്, മനുഷ്യൻ്റെ കഥയാണ്. ഹിസ്റ്ററി ഹിസ്റ്റോറിയാണ്. ചരിത്രമില്ലെങ്കിൽ ചരിത്രമാണ്, പാസ്റ്റാണ്. പാസ്റ്റ് ഉണ്ടെങ്കിലേ പ്രസന്റ് ഉള്ളൂ, പ്രസന്റ് ഉണ്ടെങ്കിലേ ഫ്യൂച്ചർ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു മൂലകണ്ണിയായിട്ട് വരുന്നത് തന്നെ, മൂലസ്ഥാനമായിട്ട് വരുന്ന ചരിത്രം തന്നെയാണ്. പക്ഷെ ചരിത്രം പലപ്പോഴും ശപിക്കപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ചരിത്രകാരന്മാർന്ന് അവകാശപ്പെടുന്ന മഹൽ വ്യക്തികൾ ചരിത്രം എഴുതുകയും തിരുത്തി എഴുതുകയും മറിച്ചെഴുതുകയും ഒടിച്ചെഴുതുകയും ചെയ്യുന്നത് വളരെ സർവ്വസാധാരണമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം. ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതുവാൻ കഴിയും. ചരിത്രത്തെ തന്നെ വളച്ചൊടിച്ചാണ് എഴുതുന്നതെന്നും ഗൗരി ലക്ഷ്മിഭായ് പറഞ്ഞു. പത്മനാഭദാസനല്ല, പത്മനാഭന്റെ അടിമകളാണ് തങ്ങളെന്നും ലക്ഷ്മിഭായ് പറഞ്ഞു. ആ രീതിയിൽ ചരിത്രത്തിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പലപ്പോഴും മാറ്റി മറിച്ചും എഴുതും. ഏതായാലും അതിനൊന്നും ഇപ്പം നമുക്കൊരു പരിഹാരമില്ല. അതിനൊക്കെ ഒടുക്കം ഒരു സുപ്രീം കോർട്ടിൽ നിന്ന് നടക്കോ എന്തെങ്കിലും ഒരു വിധി പറയുന്നത് ഭഗവാൻ തന്നെയായിരിക്കും. ഭഗവാന്റെ ഇഷ്ടം പോലെ മുമ്പോട്ട് വരും. ശ്രീ പത്മനാഭദാസൻ എന്നുള്ള പദപ്രയോഗത്തിന് ഇംഗ്ലീഷിൽ 2 രീതിയിൽ നമുക്ക് തർജ്ജിമ ചെയ്യാൻ സാധിക്കും. ദാസൻ എന്ന് പറയുമ്പോൾ സെർവൻ്റ് ആവാം, ദാസൻ എന്ന് പറയുകയാണെങ്കിൽ സ്ലേവ് ആവാം. ഞങ്ങളുടെ പഴയ കുടുംബത്തിന് സെർവൻ്റ് എന്നുള്ള സ്ഥാനം വേണ്ട. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു സേവക്കാരന് തൻ്റെ യജമാനത്തേക്ക് എന്തെങ്കിലും അപ്രീതി തോന്നുകയാണെങ്കിൽ ജോലി മതിയാക്കി ഇറങ്ങിപ്പോകണം. വേറെ ഒരു സ്ലേവ്, അടിമ എന്നുള്ള വരുമ്പോൾ അടിമയ്ക്ക് ഒരിക്കുന്നിടത്തോളം കാലം യജമാനന്റെ കാലുകൾ കുടുങ്ങി കിടക്കാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വലിയ പദവി മതി, അടിമത്വം. ആ അടിമത്വം മതി ഞങ്ങൾക്ക്. അടിമയായിരിക്കുമ്പോൾ യജമാനന്റെ എന്ത് കണ്ടാലും, സ്വത്തായാലും സ്വർണമായാലും എന്താണെങ്കിലും അത് അടിമേന്റെ അല്ലല്ലോ, യജമാനന്റെ ആണല്ലോ. ഒരു തരി സ്വർണമോ ഒരു പിടി മണലോ അല്ലെങ്കിൽ ഒരു ഗ്രെയിൻ ഓഫ് സാൻഡോ ഈ കുടുംബത്തിൻ്റെ അല്ല. ഒരിക്കലുമല്ല, അന്നുമല്ല, ഇന്നുമല്ല, ഒരിക്കലുമല്ല. എല്ലാം അവിടുത്തെ മാത്രം. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മുടെ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തിരിയുക. സത്യം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളൊക്കെ പറയുന്നത് നേരാണ്ട് വിശ്വസിക്കാൻ നോക്കും. എന്റെ വല്യപ്പൻ്റെ ഉപ്പായപ്പാപ്പൻ്റെ അമ്മായിയപ്പൻ്റെ വല്യപ്പൻ്റെ കാലത്ത് നിങ്ങൾ പറഞ്ഞു സൂര്യൻ സഞ്ചരിക്കുന്നു, ഭൂമി നിൽക്കുന്നു. എന്റെ വല്യപ്പൻ നമുക്കതങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ടൊരു പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണ്, ഭൂമിയാണ് കാണുന്നത്, സൂര്യൻ സഞ്ചരിക്കുന്നു. നാം പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നവരാണ്. സത്യം സനാതനമാണ്, അതിന് നാശമില്ലെന്നും ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത പറഞ്ഞു. ലോകം എന്താണെന്നറിയണം, എന്തിനാണെന്നറിയണം, അതിന് ലോകത്തിലേക്ക് തന്നെ പോകണമെന്നും വലിയ മെത്രാപ്പോലീത്ത അഭിപ്രായപ്പെട്ടു. നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനെ അറിയണം. ഈ ലോകം എന്താണെന്ന് അറിയണം, ലോകം എന്തിനാണെന്ന് അറിയണം. അതാ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിലേക്ക് പോകണം. ഇതറിയാൻ വയ്യാതെ ലോകത്തിലേക്ക് പോയാൽ എന്നാ ഗുണം? ഇന്നുള്ള ദോഷം സത്യം അറിയാൻ പാടില്ല, അത് സത്യവുമായി ഇടപെടും. ഞാന് 10ാം ക്ലാസ്സിലെ പരീക്ഷയായപ്പോൾ പഠിപ്പിനൊക്കെ പഠിക്കാൻ മുമ്പ് പഠിച്ചൊക്കെ അങ്ങനെ വേണ്ടായിരുന്നു. പഠിക്കണമെന്നുള്ള കാര്യം പരീക്ഷയായപ്പോഴാണ് ഓർമ്മ. അപ്പൊ അന്നേരം രാത്രിയിലൊക്കെ പഠിക്കാൻ ചെറിയ ടൈം പീസ്
ഞാൻ ഈ കോഴഞ്ചേരി സ്കൂളിൽ പഠിച്ച അന്ന് അതിനൊക്കെ ചെറിയൊന്നുമില്ല. അങ്ങനെ വാടിയെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആകെ ഞാൻ ബി എ വരെ പഠിച്ചിട്ടും 10% ബി ഒരു ചോദ്യത്തിനല്ല. അപ്പോൾ കോളേജ് വന്നപ്പോൾ പറഞ്ഞാൽ കോളേജ് കഴിയാൻ അത് പൊട്ടിക്കാം. അപ്പൊ ഈ കോളേജ് സാറുമാരെ വിശ്വസിക്കാൻ കൊള്ളാമോ? അനുഗ്രഹ പ്രഭാഷണത്തിന്റെ തുടക്കം മുതലേ തന്റെ സ്വയസിദ്ധമായ ഫലിതം പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രസംഗം നീട്ടുകയാണെങ്കിൽ വീട്ടിൽ പോകാമെന്നുള്ള താല്പര്യത്തോടുകൂടെ കർത്തകളുണ്ടായിട്ടും വാതിൽക്കൽ നിൽക്കുന്നു. ചടങ്ങിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റോയിസ് മല്ലശ്ശേരി അധ്യക്ഷനായിരുന്നു. മുൻ പ്രിൻസിപ്പൽ OA ചെറിയൻ, അലൂമിനി സെക്രട്ടറി ജോൺ ഫിലിപ്പോസ്, റോയി നെല്ലിക്കാല, ഷൌമേൽ ജോസഫ്, പബ്ലിസിറ്റി കൺവീനർ വിക്ടർ ടി തോമസ്, തിരുവിതാംകൂർ മലയാളി കൌൺസിൽ പ്രസിഡന്റ് എബ്രഹാം ബി സംനി, ജനറൽ സെക്രട്ടറി ഡയസ് ഇടുക്കള ജോൺ ടൈറ്റസ്, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ, ആലിച്ചൻ ആറമ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. 1990 ഞാൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് ഈ രാജവംശവുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്ന, ഞാൻ ഗുരുവിനായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് ആദ്യമായി തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയായ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് തിരുമനസിനെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയായി എന്നെ പ്രസന്റ് ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ മഹാരാജാവിനെ കണ്ടിട്ടുള്ളൂ. അന്ന് ആ തിരുമുഖത്തു നിന്ന് ലഭിച്ച ഒരു സ്പോട്ട് ലൈറ്റ് ആണ് ഈ ട്രാവൻകൂർ ഹിസ്റ്ററിയെ കുറിച്ചും ഇതിന്റെ ചരിത്രത്തിന്റെ തലങ്ങളെ കുറിച്ചും പഠിക്കുവാനുള്ളതായ ഒരു മോട്ടിവേഷൻ എനിക്ക് ആ തിരുമുഖത്തു നിന്നും ലഭിച്ചത്. സിറ്റി ന്യൂസ്, റാന്നി. സ്കൂട്ടറിലെത്തി സ്ത്രീകളുടെ മാല പറിക്കുന്ന രണ്ടംഗ സംഘത്തെ റിമാൻഡ് ചെയ്തു. 15 ദിവസത്തേക്കാണ് ഇവരെ റിമാൻഡ് ചെയ്യുവാൻ റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് ഉത്തരവിട്ടത്. ജില്ലയ്ക്കകത്തും പുറത്തും ഇവരുടെ പേരിൽ നിരവധി കേസുകൾക്ക് ഇതോടെ തെളിവായി. കഴിഞ്ഞ ദിവസം റാന്നി പോലീസ് പിടികൂടിയ സ്കൂട്ടറിലെത്തി സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന സംഘത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കടമ്പനിട്ട തടത്തിൽ വീട്ടിൽ ശശി, പത്തനംതിട്ട തോന്നിയമല വള്ളിപ്പറമ്പിൽ ചെറിയാൻ തോമസ് എന്ന കൊച്ചുമോൻ എന്നിവരെയാണ് റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തത്. ബുധനാഴ്ചയാണ് ഇവരെ പിടികൂടിയത്. തുമ്പില്ലാതിരുന്ന 8ഓളം കേസുകളാണ് ഇവരെ പിടികൂടിയത് മൂലം തെളിയിക്കാനായത്. പ്രതികളെ ഇന്നലെ കവർച്ച നടന്ന സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. 3 മാസം മുൻപ് പത്തനാട് സ്വദേശിനിയായ ജാനകിയമ്മയുടെ 4 ഗ്രാം തൂക്കം വരുന്ന മാലയും ഇവർ പൊട്ടിച്ചിരുന്നു. ജാനകിയമ്മ ഇന്ന് രാവിലെ സ്റ്റേഷനിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞു. ജാനകിയമ്മയുടെ തടിയൂരിലുള്ള മകളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഇവർ മാല പൊട്ടിച്ചതെന്ന് ചെറുമക്കളായ പ്രവീൺ, സുരാജ് എന്നിവർ പറഞ്ഞു. അപ്പച്ചി റോഡിൽ കൂടെ നടന്നു വരുമായിരുന്നു. അന്നേരമാണ് 2 പേര് ബൈക്കിൽ വന്നിട്ട് വളരെ പിടിച്ചു നിർത്തി മാല വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ ആളെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ആളെ തിരിച്ചറിഞ്ഞു. അവിടെ വന്ന പ്രതികളെ കൊണ്ട് അവിടെ വന്നപ്പോൾ അവരെ സ്ഥലം സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തായിരുന്നു. അത് സമ്മതിച്ചില്ല. പ്രതികളിൽ ഒരാളായ ശശിക്കെതിരെ ആറന്മുള സ്റ്റേഷനിൽ മുൻപും കേസുണ്ടായിരുന്നു. പ്രതികളെ പിടികൂടിയതിനെപ്പറ്റി റാന്നി സർക്കിൾ ഇൻസ്പെക്ടർ ജെ ഉമേഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ ജി മനോജ് എന്നിവർ വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം റാന്നിയിൽ മന്ദവല്ലി എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടുത്തെ ഒരു ടീച്ചർ രാവിലെ കുട്ടിയെ കൊണ്ട് അംഗനവാടി പോകുന്ന സമയത്ത് ഈ ടീച്ചറുടെ മാല ഇതിനകത്ത് തോന്നിയാമലുള്ള ശശി എന്ന് പറഞ്ഞ ആൾ, ശശി ഈ മാല വന്ന് പൊട്ടിച്ച് ഈ ടീച്ചർ പുറത്തെ നിലവിളിക്കുകയും അവിടെ അവിടുത്തെ ഒരു സ്ഥലവാസി ഇതിനെ തുടർന്ന് നമ്മൾ പോലീസ് വിളിച്ച് ഇൻഫോം ചെയ്യും. അവരെ ഫോളോ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന വഴിക്ക് ഞാനും SI മനോജും കൂടെ 2 ജീപ്പിനായിട്ട് 2 ജീപ്പ് പോലീസ് പാർട്ടിയുമായിട്ട് ചെല്ലുന്ന സമയത്ത് പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഈ 2 പേരും സ്കൂട്ടർ വരുന്നതായിട്ട് കണ്ട് ഉടനെ മറ്റേ പുറയിൽ ഫോളോ ചെയ്ത് വന്ന ആൾ ഉടനെ പറഞ്ഞു, സാർ ഇന്നെ പോകുന്ന ആളാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവരെ പിന്തുടർന്ന് പോകെ ബ്ലോക്ക് വഴി ചെന്നപ്പോൾ SI മനോജും പാർട്ടിയും കൂടെ പത്തനംതിട്ട റൂട്ടിലോട്ടും ഞാനും മറ്റേ ഇൻഫർമേഷൻ എന്ന അയാളും കൂടി അയാളെ GP കയറ്റി നേരെ കീഴ്ക്കുഴൂർ
ഭാഗത്തേക്ക് പോവുകയും അങ്ങനെ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തതിൽ റാന്നിയിലെ ഈ 2 കേസുകളും, അതായത് ഉദിമൂടുണ്ടായ പഴയ കേസും അതുപോലെ തന്നെ കോയിപ്പുറം പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്, അതുപോലെ തന്നെ അടൂർ സർക്കിളിൽപ്പെട്ട കൊടുമൺ പോലീസ് സ്റ്റേഷനെ, അതുപോലെ തന്നെ മല്ലപ്പള്ളി കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള കേസുകൾ, അങ്ങനെ 8ഓളം കേസുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതിനകത്തുള്ള സ്വർണ്ണം, ഇവർ പൊട്ടിച്ചു എടുത്ത സ്വർണ്ണങ്ങൾ ഇന്നലെ പത്തനംതിട്ട കോഴഞ്ചേരി ഉള്ള ജുവലറിയിൽ നിന്നും ഇന്നലെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രതികളെ റിമാൻഡ് ചെയ്യുക. 80 ഗ്രാം സ്വർണത്തോളം ഇവർ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് സബ് ഇൻസ്പെക്ടർ ജേക്കബ് ശാമുവൽ പറഞ്ഞു. 80 ഗ്രാം സ്വർണ്ണം നമ്മളിപ്പോൾ പൊട്ടിച്ച സ്വർണം വിളക്കി ചേർത്താണ് വിറ്റിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. CI ഉമേഷ് കുമാർ, SI മാരായ G മനോജ്, ജേക്കബ് കോശി, ശശാങ്കൻ നായർ, സിവിൽ പോലീസ് ഓഫീസർമാരായ M ടിനു, ബിജു മാത്യു, അനിൽ തുടങ്ങിയവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. കാലവർഷക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന താലൂക്കിലെ പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും അട്ടത്തോട് കോളനിയിൽ തകർന്ന വീടുകൾക്ക് പകരം പുതിയ വീടുകൾക്ക് ധനസഹായവും സൗജന്യ റേഷനും നൽകണമെന്ന് സാംബവ മഹാസഭ റാന്നി താലൂക്ക് യൂണിയൻ കമ്മിറ്റി റാന്നി തഹസീൽദാർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് MK കൃഷ്ണൻകുട്ടി, സെക്രട്ടറി PK ബിജുകുമാർ, CV സോമൻ, TN തമ്പി, TK ഗോപാലൻ, PN പ്രമോദ്, സുരേഷ് കണ്ണാങ്കണ്ടത്തിൽ, TP രാജപ്പൻ, തങ്കമ്മ കൊച്ചുരാമൻ, TK ഓമന, അനൂപ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിന്റെ ചരിത്രം പ്രതിപാദിക്കുന്ന ചരിത്ര പ്രദർശനം തുടങ്ങി. തിരുവിതാംകൂറിന്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി ചരിത്രരേഖകൾ, ഫോട്ടോ, പഴയ നാണയങ്ങൾ, വർത്തമാന പത്രങ്ങൾ എന്നിവ ഏത് ചരിത്രകുതികളെയും ആകർഷിക്കുന്നതാണ്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ദുബായ്, ഷാർജ, നോർത്തേൺ എമിറേറ്റ്സ് ചാപ്റ്റർ എന്നിവയുടെ സഹകരണത്തോടെ നടത്തപ്പെടുന്ന കുടുംബ സംഗമത്തോടനുബന്ധിച്ച് ആരംഭിച്ച തിരുവിതാംകൂറിന്റെ ചരിത്രം പ്രതിപാദിക്കുന്ന പ്രദർശനം ഏറെ ശ്രദ്ധേയമാകുന്നു. തിരുവിതാംകൂർ മലയാളി കൌൺസിൽ, ഗൾഫ് ചാപ്റ്റർ, സെന്റ് തോമസ് കോളേജ് ചരിത്ര വിഭാഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രദർശനം നടക്കുന്നത്. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട ചിത്രപ്രദർശനം ഗതകാല സ്മരണകൾ ഉയർത്തുന്നു. തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചിത്രപ്രദർശനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും മുഗൾ രാജഭരണകാലത്തെ വെള്ളി നാണയങ്ങൾ, ഏതാണ്ട് 300ഓളം രാജ്യങ്ങളിലെ സ്റ്റാമ്പുകളുടെ വിപുലമായ ശേഖരം, 350 വർഷം പഴക്കമുള്ള ബൈബിൾ, മൗര്യ കാലഘട്ടം മുതൽ നാട്ടുരാജ്യങ്ങൾ വരെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ നാണയങ്ങൾ, ഏറ്റവും പുതിയ 5 രൂപ തുടങ്ങി ചരിത്ര വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി കാര്യങ്ങൾ പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അരുൺ ജീവൻ എന്ന +2 വിദ്യാർത്ഥിയുടെ വിപുലമായ നാണയശേഖരണവും പുരാവസ്തു ശേഖരണവും പഴയകാല വർത്തമാന പത്രങ്ങളുടെ ശേഖരണവും ഏറെ ശ്രദ്ധേയമായി. ഈ കളക്ഷന് എന്തുമാത്രമുണ്ട്? 200ഓളം രാജ്യങ്ങൾ, പിന്നെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ, സ്റ്റാമ്പ്, ചെറുതായിട്ട് പത്രത്തിൻ്റെ ഭാഷയുണ്ട്. പത്രം എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തിലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എല്ലാ. ഈ പത്രം പിന്നെ ഏത് കാലഘട്ടമാണ്? അല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മേടിക്കുന്നതും അങ്ങനെയുള്ള പറഞ്ഞിട്ട് വായിക്കുന്നതും അതല്ല ഞാൻ ചോദിച്ചതല്ല. ഏറ്റവും പഴയ പേപ്പർ അങ്ങനെ പഴയ ശേഖരിക്കും. അങ്ങനെ മലയാള രാജ്യം, പിന്നെ നായനാർ മുഖ്യമന്ത്രിയായതും ഇന്ദിരാഗാന്ധിയുടെ മരണം, അതുപോലുള്ള 200ഓളം രാജ്യങ്ങളുടെ സ്റ്റാമ്പാണോ നാണയങ്ങൾ? ഇതെങ്ങനെയാണ് കളക്ഷൻ കളക്ഷൻ കുറച്ച് നമ്മുടെ കയ്യിൽ പണ്ടുള്ളതും പിന്നെ ഇങ്ങനെ വിപണനക്കാരുടെ നിന്ന് മേടിക്കുന്നതും. ഇതിപ്പോൾ എന്തൊക്കെ ക്രേസ് ഉണ്ടാകാൻ കാര്യമാണ്? പണ്ടോട്ടേ കേട്ടിട്ടുണ്ട്. പിന്നെ അപ്പൂപ്പൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ അപ്പൂപ്പന് ഇത് കളക്ഷൻ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നായിരിക്കണം.
പൂവിന്. അപ്പോൾ അതിൻ്റെ അതൊക്കെ ഉണ്ടോ ഇപ്പോൾ ഇപ്പോഴും ഉണ്ടോ? അത് ആ കളക്ഷനൊക്കെ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടോ? എക്സിബിഷൻ പോകാറുണ്ടോ? പല സ്ഥലങ്ങളിലും എക്സിബിഷൻ പോകാറുണ്ട്. 4 മുതൽ ഇപ്പം 7 വരെ എക്സിബിഷൻ ഉണ്ടാകും. പിന്നെ അല്ലാതെ ഇതുപോലൊക്കെ പരിപാടികൾക്കുള്ളതിന് എക്സിബിഷൻ പോകും. എത്രമാത്രം ഇതിൻ്റെ സ്കൂളുകളിൽ നിന്നുള്ള സഹപാഠികളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, വീട്ടിൽ നിന്ന് എത്രമാത്രം പ്രോത്സാഹനം വീട്ടിൽ നിന്നാണ് കൂടുതൽ പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്? സ്കൂളിൽ അധ്യാപകരുടെ പ്രോത്സാഹനം സ്കൂളിൽ അങ്ങനെ അവർക്ക് അതിൻ്റെ അറിവ് കുറവാണോ? ഇതുപോലെ സ്കൂളിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ അവർ സഹകരിക്കും. പ്രശസ്ത പത്ര ഫോട്ടോഗ്രാഫറായിരുന്ന വിക്ടറിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത നിരവധി മുഹൂർത്തങ്ങൾ അടങ്ങിയ ഫോട്ടോ പ്രദർശനം എന്നിവയും പ്രദർശനത്തിന് മാറ്റുകൂട്ടി. പ്രദർശനത്തിനെപ്പറ്റി ചരിത്ര ഗവേഷകനായ ആറന്മുള ശ്രീരംഗന്റെ അഭിപ്രായത്തിലേക്ക്. കാര്യം വളരെ പണ്ട് മുതൽക്ക്, അതായത് ആദ്യകാലത്തൊക്കെ ചെന്ന് പാലസിൽ മറ്റും ചെന്നിട്ട് വരെയൊക്കെ കാണുന്ന ആ കാലത്തെ പടങ്ങൾ വീണ്ടും ഒന്ന് കണ്ടപ്പോൾ അതിൻ്റെ വളരെ സുഖകരമായിട്ട് തോന്നിയത്. കാര്യം എക്സിബിഷൻ എന്ന് പറയുന്നത് ആ പഴയതെല്ലാം കൂടെ ഒന്നിച്ച് ശേഖരിച്ചെടുത്ത് ഇത് വലിയൊരു ടാസ്ക്കാണ് ചെയ്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. എന്നുവെച്ചാൽ എത്രയേറെ കഷ്ടപ്പെട്ടും പാടുപെട്ടുമാണ് ഇത്തരം പടങ്ങൾ സംഘടിപ്പിച്ചിരിക്കുക. അത് തീർച്ചയായിട്ടും വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇത് ഇനി അടുത്തൊരു തലമുറയ്ക്ക് കാണാൻ കിട്ടാവുന്നതല്ല. കാര്യം അത്തരമൊരു സാധനം അതിനു വേണ്ടിയിട്ടൊന്ന് ശേഖരിച്ചെടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എനിക്ക് വളരെയേറെ അക്കാര്യത്തിൽ അപ്രിസിയേഷൻ ഉണ്ട്. ഇത് എന്നുവെച്ചാൽ അപൂർവമായിട്ട് കണ്ടിട്ടില്ലാതെ തന്നെ വളരെ അപൂർവതയുള്ള പല പടങ്ങൾ ഇതിനകത്ത് കണ്ടു. അതൊക്കെ തീർച്ചയായിട്ടും വളരെ എഫേർട്ട് എടുത്ത് ചെയ്തവർക്കാണ്. എനിക്കത് കാര്യത്തിൽ വളരെ അഭിനന്ദനം തോന്നുന്നുണ്ട് ആ മെനക്കെട്ടതിന്. സിറ്റി ന്യൂസ്, റാന്നി. കുളച്ചൽ യുദ്ധ സ്മാരക മ്യൂസിയം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കുളച്ചൽ യുദ്ധ വിജയ സ്മാരകം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി എന്നിവർക്ക് നിവേദനം നൽകുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങി. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ അരമനയിൽ ചേർന്ന ചടങ്ങിൽ ഇതിനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിന് സമാപ്തി കുറിച്ച് 1741 ആഗസ്റ്റ് 10 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ ഡച്ച് നാവികസേന നിരുപാധികം കീഴടങ്ങിയതിന്റെ സ്മരണാർത്ഥം തിരുവിതാംകൂർ മഹാരാജാവ് സ്ഥാപിച്ച കുളച്ചൽ യുദ്ധസ്മാരക മ്യൂസിയം സ്ഥാപിക്കുന്നതിന് കേന്ദ്ര, സംസ്ഥാന, തമിഴ്നാട് സർക്കാരുകൾ മുൻകൈയെടുക്കണമെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് ആവശ്യപ്പെട്ടു. തിരുവിതാംകൂർ മലയാളി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കൊടുക്കുന്ന ഒരു മാസ് പെറ്റീഷന്റെ ഭാഗമായി തമ്പുരാട്ടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വെച്ച് തുടങ്ങിയ ഈ മാസ് ക്യാമ്പയിനാണ്. അത് കോഴഞ്ചേരി പ്രദേശത്ത് കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു മെത്രാപ്പോലീത്തയുടെ സാന്നിധ്യത്തിൽ ഇവിടെയും ഒരു ക്യാമ്പയിൻ ഇടണം നമ്മൾ ആഗ്രഹിച്ചു. 1741 കുളച്ചൽ യുദ്ധം. അത് വലിയൊരു സംഭവമായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും. ആദ്യമായിട്ട് ഏഷ്യയിൽ ഒരു നേറ്റീവ് രാജ്യം ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തുന്നത് ഇത് ഏഷ്യയിൽ ആദ്യമാണ്. അത് നമ്മുടെ കൊച്ചു തിരുവിതാംകൂറായിരുന്നു ആ ബഹുമതിക്ക് അർഹമായി മാറിയത്. അതിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് ഈ കുളച്ചൽ സ്തംഭം. മാത്രവുമല്ല, ആ യുദ്ധം കൊണ്ടാണല്ലോ ഈ സ്തംഭം വന്നത്. ആ യുദ്ധം കഴിഞ്ഞിട്ട് ഡച്ച് പ്രിസണേഴ്സ് ഓഫ് വാർ കുറേ പേരെ പിടിച്ചല്ലോ. ഒരു 115 പേരെ അവിടെ പ്രിസണേഴ്സായിട്ട് പിടിച്ചു നമ്മുടെ തിരുവനന്തപുരം. അവരുടെ അടുക്കലുള്ള ഒരു എത്ര ദയവോടുകൂടിയാണ് അവരെ പരിഗണിച്ചു അവരെ ശുശ്രൂഷ ചെയ്തതും അവർക്ക് പണം കൊടുത്തതും. നമ്മുടെ കൂടെ ഉള്ളവരെന്ന പോലെ ശത്രുക്കളായിട്ടല്ല, ഏതോ മിത്രങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയതുപോലെ ഉള്ള ഒരു കാഴ്ചപ്പാടിൽ അവരെ വളരെ കാര്യമായിട്ട് നോക്കിയ രേഖകളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നാണ് ഒടുക്കം ഈ കുളച്ചൽ യുദ്ധത്തിൻ്റെ ഒരു സ്മാരകമാണ് ഈ സ്തംഭം. അതിൻ്റെ മുകളിലൊരു ശംഖുണ്ട്. ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും എല്ലാം ഒത്ത ഒരു ശംഖ് അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. അതിലൊന്നാണ് ഈ കുളച്ചൽ സ്തംഭത്തിൻ്റെ മുകളിലുള്ള ശംഖ്. വളരെ മനോഹരമാണ്. പിന്നെ ശംഖ് ഓഫ് കോഴ്സ് തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക രാജകീയ ചിഹ്നവും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഏതായാലും അതൊന്ന് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമാണ്. ഒരു ഏഷ്യൻ പവർ അല്ല, ഒരു ഫോറിൻ പവറിനെ ഒരു സ്റ്റേറ്റ് പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ലേ. ഇപ്പോൾ വളരെ ഒരു പരിതാപകരമായ ഒരു സ്ഥിതിയിലാണ് ആ സ്തംഭവും അതിൻ്റെ സ്തംഭത്തിന് കുഴപ്പമില്ല, അതിൻ്റെ ചുറ്റുപാടുമൊക്കെ വളരെ മോശമായിട്ടിരിക്കുകയാണ്. വളരെ അവഗണന ആണ്. അത് വളരെ സങ്കടം തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും അതിനെ ഒരു സ്മാരകമായിട്ട് മാറ്റി അതിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല, ഭാരതത്തിൻ്റെ തന്നെ ഒരു ചുമതലയല്ലേ എന്ന് തോന്നുകയാണ്.
തിരുവിതാംകൂർ മലയാളി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇതു സംബന്ധിച്ചുള്ള നിവേദനം ഇന്ത്യൻ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി എന്നിവർക്ക് നൽകുന്നതിനുള്ള പ്രവർത്തനോദ്ഘാടനം ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ മാരാമണ്ണിലുള്ള അരമനയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി. ചടങ്ങിൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത മുഖ്യാതിഥിയായിരുന്നു. നമ്മുടെ തമ്പുരാട്ടി ആർക്കും മനസ്സിലാകുന്ന വിധത്തിലും മാത്രമല്ല ഇത് തിരുവിതാംകൂറിന് തിരിച്ചു കിട്ടേണ്ടതാണെന്ന് കാര്യവിവരമുള്ളവർ ഗ്രഹിക്കത്തക്ക വിധത്തിലും പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കൂടി എനിക്കൊന്നും എനിക്ക് തിരുവിതാംകൂർ രാജാക്കന്മാരെ വലിയ വിശ്വാസവും സ്നേഹവുമുള്ള ആളാണ്. ഇന്ന കാലത്തെ ഭരണകർത്താക്കൾ ഞങ്ങളുടെ വായിൽ നിന്ന് ചോറെടുത്തുകൊണ്ട് പോകുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ രാജാക്കന്മാരെ ഞങ്ങൾ അന്നദാതാവെന്നാണ് പറയുന്നത്. അതായത് അടിസ്ഥാന ആവശ്യം, ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യം നടത്തിക്കൊടുക്കും. ഞങ്ങൾ തിരുവിതാംകൂറുകാരെ വിദേശികളോട് പോരാടി സമ്പാദിച്ചതാണ്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വലിയ ഒരു തെറ്റാണ്. എനിക്ക് ഇതിന് വിഷമമൊന്നും വരുമെന്ന് തോന്നുന്നില്ല. എനിക്കിപ്പോഴുള്ളത് നമ്മൾ തമ്പുരാട്ടി നേതൃത്വം എടുത്ത കാര്യമാണ്. അതിൻ്റെ കൂടെ ഞാനും കൂടെ നിന്നാൽ ഇത് നേടിക്കഴിയുമ്പം എനിക്ക് ഒരു കൊച്ചു പേര് കിട്ടും. തിരുവിതാംകൂർ മലയാളി കൌൺസിലിന്റെ ജനറൽ സെക്രട്ടറി ഡയസ് ഡിക്കള, പ്രസിഡന്റ് എബ്രഹാം ബി സണ്ണി, വിക്ടർ ടി തോമസ്, ആലിച്ചുനാറുന്നിൽ, മലയാളി കൌൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര ദർശനത്തിനെത്തിയ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയെ പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാമ്പദേവൻ, ട്രഷറർ മോഹനേന്ദ്രൻ നായർ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. പത്മനാഭദാസനായ അമ്മയ്ക്ക് തിരുവാറന്മുളയപ്പന്റെ മുമ്പിൽ തൊഴുതു നിന്നപ്പോൾ അത് മനസ്സിനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചപ്പോൾ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ഇങ്ങനെ മറുപടി നൽകി. തിരുവാറന്മുളപ്പനെ തൊഴുതു നിന്നപ്പോൾ നമ്പരട്ടയുടെ മനസ്സിലുണ്ട് എന്ത് ഒരു ശ്രീളമദാസ എന്നുള്ള നിലയിൽ ഇങ്ങനെ അല്ല, ഇപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പത്മനാഭ, എവിടെ പോയാലും പത്മനാഭ എന്നാണ് നാവിൽ ആദ്യം വരുന്നത്. പക്ഷേ എന്തായാലും വളരെ വലിയൊരു അനുഗ്രഹം. എത്രയോ കാലം കുടുംബവുമായിട്ട് ബന്ധമുള്ള ക്ഷേത്രമാണ്. പല സമയം വന്നിട്ടുള്ളതാണ്. ഇറങ്ങിയപ്പോൾ സ്വാമിയിലൊക്കെ പ്രാർത്ഥിച്ച ലോകാസമസ്ത സുഖിനോ ഭവന്തു, അവിടുന്ന് തന്നെ അവിടുത്തെ മണ്ണും അവിടുത്തെ നെൽപ്പാടങ്ങളും അവിടുത്തെ ജലാശയങ്ങളും ഒക്കെ അവിടുന്ന് തന്നെ രക്ഷിക്കണേ, ശാന്തവും സമാധാനവും നാട്ടിന് നൽകണേ, ഇത്രേ പ്രാർത്ഥിക്കാനുള്ളൂ. ലോകാസമസ്ത സുഖിനോ ഭവന്തു സർവ്വ വരുമല്ലോ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സിറ്റി ന്യൂസിന് വേണ്ടി ജി ദേവരാജ്, തടിയൂർ. യൂത്ത് കോൺഗ്രസ് നാറാണമൂഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെ യുവകർമ്മ സേന രൂപീകരിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിങ്കു ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സാംജി ഇടമുറി അധ്യക്ഷത വഹിച്ചു. സണ്ണി മാത്യു, ഗ്രേസി തോമസ്, പ്രമോദ് മന്ദമരുതി, ജോർജ് ജോസഫ്, ഏബൽ ചക്കിട്ടയിൽ, ടിനു എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി വടശ്ശേരിക്കര CI രവികുമാർ, റിങ്കു ചെറിയാൻ, സണ്ണി മാത്യു, ഗ്രേസി തോമസ്, സാംജി ഇടമുറി, ഏബൽ ചക്കിട്ടയിൽ, പ്രമോദ് മന്ദമരുതി എന്നിവരെ തെരഞ്ഞെടുത്തു. ഒരിടവേള കൂടി. കൂടുതൽ വാർത്തകളിലേക്ക്. അപകടക്കിണിയായി മാറുകയാണ് തീയാടിക്കലിനും പ്ലാച്ചേരിക്കുമിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ. ഫ്യൂസ് കാരിയറുകൾ ഇളക്കി മാറ്റി കമ്പി ഉപയോഗിച്ച് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഈ ട്രാൻസ്ഫോർമറിൽ. ഇതിനാൽ തന്നെ ഒരു ചെറു കാറ്റടിച്ചാൽ പോലും വൈദ്യുതി ഇല്ലാതാകുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. തീയാടിക്കൽ ജംഗ്ഷനും പ്ലാച്ചേരി ജംഗ്ഷനുമിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമറിന്റെ സമീപത്തുള്ള ഫ്യൂസുകൾ അപകടം വിളിച്ചു വരുത്തുന്നു. റാന്നി സൌത്ത് സെക്ഷൻ പരിധിയിലുള്ള ഇവിടെ ഫ്യൂസ് കാരിയറുകൾ വെച്ചിരിക്കുന്ന ബോക്സ് തുറന്നു കിടക്കുകയാണ്. ഇവിടെ ഫ്യൂസ് കാരിയറുകൾ ഇല്ല, പകരം കമ്പി ഉപയോഗിച്ച് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സ്കൂൾ കുട്ടികൾ ബസ് കാത്തു നിൽക്കാറുണ്ട്. ഈ കുട്ടികൾ ആരെങ്കിലും ഇതിൽ സ്പർശിച്ചാൽ ഒരു ദുരന്തം ഉറപ്പാണ്. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് സ്ഥലവാസിയായ മിനി സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ഇവിടുന്ന് ഒരു രാവിലെ ഒരു 10 കുട്ടികളോട് ഇവിടുന്ന് ബസ് കയറുന്നുണ്ട്. കൂടെ കാണാതെ മിക്ക സമയങ്ങളിൽ രാവിലെ വരാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ തന്നെയാണ് വന്ന് സ്കൂൾ ബസ്സിന് മറ്റു കയറുന്നതും ഇറങ്ങി വരുന്നതും അങ്ങനെ തന്നെ. ഇവിടെ സ്ഥിരം ഒരു അപകടത്തിന്റെ മേഖലയാണ് ഈ സ്ഥലം. അതുകൊണ്ട് ഇത്
എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്. അതിന് വേണ്ടുന്ന നടപടി. നാളുകളായി ഈ അവസ്ഥ തുടരുകയാണെന്നും വൈദ്യുതി മുടക്കം ഇവിടെ പതിവാണെന്നും സ്ഥലവാസിയായ ചാക്കോ പറഞ്ഞു. അതിൽ നിന്ന് എപ്പോഴാണ് അപകടം ഉണ്ടാകുന്നതെന്ന് നിശ്ചയിക്കാൻ പറ്റത്തില്ല. വെള്ളം വരും ഇറങ്ങുമ്പോൾ എർത്ത് വരെ ഉണ്ടാകും. മഴ പെയ്ത് നല്ല വെള്ളം വരും ഇറങ്ങുമ്പോൾ എർത്ത് വരെ ഉണ്ടാകും. ഉണ്ട്. അതിന് ബോക്സ് അടക്കിയും വേലിയും വിട്ട് സംരക്ഷിക്കണം. ഈ അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉണ്ണി പ്ലാച്ചേരി ആവശ്യപ്പെട്ടു. റാന്നി തിരുവല്ല റൂട്ടിലെ തിയാടിക്ക ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമറിൻ്റെ സ്ഥിതി വളരെ ശോചനീയാവസ്ഥയിലാണ്. ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും ഒട്ടനവധി വീട്ടുകാരും ഇടയിലാണ് ഈ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. നിരവധി തവണ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കൊച്ചുകുട്ടികൾക്ക് പോലും അതേ തൊട്ട് അപകടം നിർത്താൻ സ്ഥിതിയിലാണ്. വളരെ ഭയങ്കരമായ രീതിയിലാണ് അതിൻ്റെ നിലനിൽപ്പ്. ഉള്ള ഫീസ് കയറുകൾക്ക് ഒന്നുപോലും അതിൻ്റെ അടപ്പില്ലാത്ത സ്ഥിതിയാണ്. ഇത് വലിയ ദുരന്തം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. അടിയന്തരമായിട്ട് ഇതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അതിൻ്റെ 2 ഡോറുകളും തുറന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. ചുമ്മാ അത് ഒരു ചാക്ക് കണം വെച്ച് കെട്ടിയേക്കാണ് അതിൻ്റെ സ്ഥിതി ഇപ്പോൾ. എപ്പോഴും കൊച്ചുകുട്ടികൾ തൊട്ടടുത്ത സ്കൂളിലെ വിദ്യാർത്ഥികൾ എപ്പോഴും അതുവഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് എപ്പോഴും അപകടം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ചും പത്തനംതിട്ട ഈയിടയ്ക്ക് വരെ ഇത് സംബന്ധിച്ച് നിവേദനം സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈയുടെ ഭാഗത്തുനിന്ന് പോലും നമുക്ക് വേണ്ട പരിഗണന ഇതുവരെ ലഭിച്ചിട്ടില്ലതാണ് വാസ്തവം. വൈദ്യുതി മുടക്കം പതിവാണെന്നും ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്നും സ്ഥലവാസിയായ ബോബൻ പറഞ്ഞു. ഇവിടെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലെന്നുള്ള കാര്യം ഈ നാട്ടിൽ എങ്ങുമില്ല. പിന്നെ നമ്മളെന്തൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അവർ ഫോൺ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഒന്നുകൂടെ വിളിച്ച് കാര്യം ഇന്ന പോലെ എന്ന് പറയാൻ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാറില്ല. ഒരു തരത്തിൽ ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുത്താൽ തന്നെ പാതിരാത്രിക്കാലം അവർ പറയും ഇപ്പോൾ വരുമെന്ന് പറയും. അല്ലാതെ അവർ വരികയായിട്ട് ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇവിടെ വഴി തടയേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ രാത്രിയിൽ ആൾക്കാരോട് കുത്തിയിരുന്ന് അവിടുന്ന് ആൾ വന്ന് ശരിയാക്കിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തന്റെ വീടിന് സമീപമുള്ള വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീഴാറായി നിൽക്കുകയാണെന്നും ഇക്കാര്യം ഇലക്ട്രിസിറ്റി അധികൃതരെ അറിയിച്ചപ്പോൾ നിഷേധാത്മകമായ സമീപനമാണ് ഉണ്ടായതെന്നും മിനി സെബാസ്റ്റ്യൻ പറഞ്ഞു. സിറ്റി ന്യൂസ്, റാന്നി. നിര്യാതരായി. ഇരുപേരൂർ ശങ്കരമംഗലത്ത് പുറത്തുമുറിയിൽ തോമസ് കുരുവിളയുടെ ഭാര്യ സാലി നിര്യാതയായി. 48 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 11 മണിക്ക് ഇരുപേരൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ. പരേത റാന്നി അത്തക്കയം കൈമുട്ടും പറമ്പിൽ വാലുപുരയിടത്തിൽ കുടുംബാംഗമാണ്. സിനു, സ്വീറ്റി എന്നിവർ മക്കളാണ്. റാന്നി പുല്ലൂപ്രം ഇളമ്പുരയിടത്തിൽ VG ബേബി നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം 11 തീയതി ഞായറാഴ്ച 3 മണിക്ക് അഭിവന്ധ്യ തിരുമേനിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ. വെണ്ണിക്കുളം തോട്ടത്തിൽ കുടുംബാംഗം ജൈനമയാണ് ഭാര്യ. ബിജി, ജിജി, ജിഷ എന്നിവർ മക്കളും സാബു, കോണിക്ക, സൈമൺ, ഷിബു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധം നേരിടാൻ മുൻപെങ്ങുമില്ലാത്ത സന്നാഹങ്ങളുമായി ഉമ്മൻചാണ്ടി സർക്കാർ. ചരിത്രം ഒരു നാടിന്റെ മൂലക്കല്ലാണെന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്. സ്കൂട്ടറിലെത്തി മാല പറിക്കുന്ന സംഘത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുളച്ചൽ യുദ്ധസ്മാരക മ്യൂസിയം നിർമ്മിക്കണമെന്ന് തിരുവിതാംകൂർ മലയാളി കൗൺസിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.